സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അതിനായിട്ട് നമ്മൾ വലിയ നാരങ്ങയാണ് എടുക്കാറുള്ളത്. ചെറിയ നാരങ്ങയല്ല, വലിയ നാരങ്ങ വാങ്ങുക. അതിൻ്റെ പുറമേ വരുന്ന തോലൊക്കെ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ചെത്തിക്കളയേണ്ട. ആ പുറമേ വരുന്ന കട്ടിയായിട്ടുള്ള ഭാഗമെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ട് എടുക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്കിതേപോലെ ഇതിനുള്ളിലായിട്ട് ചെറിയ കുരു കാണും, ഇതിൻ്റെ വിത്തുകൾ കാണും. അപ്പോൾ അത് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് നുറുക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ നാരങ്ങാക്കറി ഒന്നുകിൽ വെള്ളയ്ക്ക് വെക്കുക, അതായത് മുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകോ അല്ലെങ്കിൽ സാദാ മുളകോ ചേർത്തിട്ട് നമുക്ക് വെള്ളയ്ക്ക് അച്ചാർ വയ്ക്കാം. അതല്ലെങ്കിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ചുമന്ന കളറിലുള്ള അച്ചാറാക്കിയും വയ്ക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളയോ അല്ലെങ്കിൽ ചുമലയ്ക്കോ ഇത് അച്ചാറിടാം. ഞാൻ അച്ചാർ വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒന്ന് ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 വെളുത്തുള്ളിയുടെ അല്ലികളാണ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചിലർക്ക് വെളുത്തുള്ളി കൂടുതൽ കിടക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ ചിലർ നേരത്തെ തന്നെ നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി വെക്കാറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് ഒന്നുകിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ സാധാ മുളക് തന്നെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മുളകാണ് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഈ നാരങ്ങ ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഈ നാരങ്ങ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴണ്ട് വരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. എന്നിട്ട് ഈ നാരങ്ങ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് അതിനുള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടഞ്ഞു വരുന്നൊരു പരുവത്തിലേക്ക് വരും. ആ ഒരു പരുവത്തിൽ നമ്മൾ ചുമന്ന അച്ചാറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട, മറ്റു പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചിട്ടോ ഒക്കെ കൊടുക്കാം. എരിവ് ഒരുപാട് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ നാരങ്ങയുടെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളയ്ക്കാണ് നാരങ്ങാക്കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നാൽ മാത്രം മതിയാവും. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കണം. ഇനി ഈ പൊടിയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിനുള്ളിലേക്ക് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ആഡ് ചെയ്യുന്നതാണെങ്കിലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ വിനാഗിരി സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലർ വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാറുണ്ട്. ചിലർ വിനാഗിരി ഒഴിച്ച് പിന്നെ തിളപ്പിക്കാറില്ല. അപ്പോൾ അത് ഓരോരുത്തർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവരുമുണ്ട്. അപ്പം നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ആ ഒരു പരുവായി വരുമ്പോഴേക്ക്, അതായത് നന്നായിട്ടൊന്ന് കുറുകി ഒക്കെ വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം.